വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്ക രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 27 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. എന്റെ വാക്കു ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവനോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? കൊടുക്കുന്നിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട സുവർണ നിയമം. മലയുടെ അടിവാരത്തിലുള്ള സമതലത്തിൽ വന്നെത്തിയ യേശുവിനെ ഒന്ന് കാണുന്നതിനും യേശുവിന്റെ വചനങ്ങൾ ശ്രവിക്കുന്നതിനും പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമായി ഓടി കൂടിയ ജനാവലിയോട് യേശു തന്റെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിതത്തിലെ ഭാഗ്യമായി കരുതേണ്ടത് എന്തൊക്കെയാണെന്ന് അക്കമിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് അവരുടെ ജീവിതത്തിൽ അവർ വെച്ചു പുലർത്തേണ്ട ഒരു പെരുമാറ്റച്ചട്ടത്തെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ഉള്ള പരിശ്രമമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കാണുക. ഈ സുവിശേഷത്തിൽ കൂടെ യേശു നൽകുന്ന പെരുമാറ്റച്ചട്ടത്തിൽ പ്രധാനമായിട്ട് തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്നതിന് പകരം നന്മ ചെയ്തുകൊണ്ട് അതിനെ അതിജീവിക്കണം, തിന്മയെ അതിജീവിക്കാനുള്ള മാർഗമാണ് യേശു അവർക്കായിട്ട് നൽകുന്നത്. അതുവഴിയായി അതുവരെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പകരത്തിന് പകരം എന്ന നിയമത്തിന് പകരം സ്നേഹത്തിൻ്റെതായിട്ടുള്ള, മഹാമനസ്കതയുടേതായിട്ടുള്ള, സഹിഷ്ണുതയുടേതായിട്ടുള്ള പുതിയൊരു നിയമം ജീവിതക്രമമായിട്ട് യേശു ജനങ്ങൾക്കായിട്ട് നൽകിയാണ്. ആ സ്നേഹം അവരുടെ ജീവിതത്തിൽ ശത്രുക്കളെ പോലും ഉൾക്കൊള്ളുന്ന വിധത്തിലായിരിക്കണം അവരുടെ ജീവിതത്തിൽ അവരനുവർത്തിക്കാൻ ഇടവരേണ്ടത് എന്ന് യേശു പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ സുവർണ നിയമം എന്ന് ഇന്ന് എല്ലാവരാലും അറിയപ്പെടുന്ന ആ ജീവിത രീതിയെ സംബന്ധിച്ചും യേശു ആ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ എങ്ങനെ നിങ്ങളോട് വർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് വർത്തിക്കുവിൻ. ഇതാണ് ജീവിതത്തിലെ സുവർണ നിയമമായിട്ട് യേശു ജനങ്ങൾക്കായിട്ട് നൽകുന്നത്. ഈ സത്യം ഗ്രഹിച്ചുകൊണ്ട് ഈ സത്യത്തിന്റെ അർത്ഥമാനങ്ങളിലേക്ക് പ്രായോഗിക മനുഷ്യൻ കടന്നുകൊണ്ട് ജീവിക്കാൻ ഇടവരുമ്പോ അതൊരു പുതിയ ജീവിത ശൈലിയായിട്ട് തീരുമെന്നും ആ ജീവിത ശൈലിയാണ് തന്റെ അനുയായികളായിട്ടുള്ള മക്കൾക്ക് ഉണ്ടാകേണ്ടത് എന്നും നിർദ്ദേശിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്ക ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് കരുതാം.